My beautiful souls, take a deep breath and just relax. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. ദാറ്റ് വാട്ട് യു ഡിസയർ ഡിസയേഴ്സ് യു. നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇറ്റ്സ് എ മെസ്സേജ് ഫോർ യു. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾ ഡീപ്പായിട്ട് ഈ ഒരു സിറ്റുവേഷനെ പറ്റി അറിയേണ്ടത്. What you desire desires you. Let's see. Just think about the current situation. What you desire desires you. So നിങ്ങൾ എന്തെങ്കിലും കോൺവെർസേഷൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ആക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട്. ആൻഡ് നിങ്ങൾക്കുള്ള മെസ്സേജ് അതിനുള്ളൊരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്കതിന് ശ്രമിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല, ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനും അത് തോന്നിയിട്ടുണ്ടാവില്ല. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിവൈൻ ടൈം ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം. ഇത് നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ വന്നിട്ടുള്ള ആഗ്രഹമല്ല. നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ ജെന്യൂൻലി കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമായിരിക്കാം. ഇന്റൻഷനലി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആഗ്രഹമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളുടെ ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇന്റർവ്യൂവിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരു ഫേസ് ടു ഫേസ് ഡിസ്കഷന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിരിക്കാം, ഓർ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിത് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിനൊരു ഡിവൈൻ ടൈം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് വെരി സൂൺ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഏതെങ്കിലും വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ഒരു ആക്ഷനിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. എന്താണ് സംഭവിക്കുന്നത്, ആ പേഴ്സന്റെ ഒരു ഫീലിങ്സ് എന്താണ്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, ഫീലിങ്സ് എന്താണ്, ആ ഒരു സാഹചര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിന്റെ, മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ കൺഫ്യൂഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് അതിനൊരു ഡിവൈൻ ടൈം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. വെരി സൂൺ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു സ്ട്രോങ് കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജെന്യൂൻലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഏതെങ്കിലും പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് ഒരു വ്യക്തിയുമായിരിക്കാം, ഒരു സിറ്റുവേഷനുമായിരിക്കാം. നിങ്ങൾ ടെലിപ്പത്തിക്കലി ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡ്രീം കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്കത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്, അല്ലെ? നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യമൊന്നല്ല. എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ഓൾ ഓഫ് സഡൻ ഈ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും. സോ നിങ്ങളും ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. കാരണം നിങ്ങൾ അതൊന്ന് വിട്ടുപോകുന്ന സമയത്തും എഗെയിൻ ആ ഒരു കാര്യം റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് റിമൈൻഡ് ചെയ്യിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഇറ്റ്സ് ഓൾ എ കൺഫർമേഷൻ ദാറ്റ് ആ ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്ന ഒരു തോട്ട്സ് ആണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കുള്ളൊരു അഫർമേഷനും ഇതാണ്, വാട്ട് ഐ ഡിസയർ ഡിസയേഴ്സ് മീ.
നിങ്ങളിത് ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഇമോഷണലി ഉള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയില്ല ബിഹൈൻഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഡിവൈനും ഇസ് ഹെൽപ്ലെസ്. ബിക്കോസ് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള, നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള, ഓർ നിങ്ങളുടെ ആഗ്രഹം എത്രമാത്രം ഇന്റൻസ് ആണെന്ന് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചില സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ക്ലെൻസ് ചെയ്യാനും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഈ ഒരു സാഹചര്യം മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വിട്ടുകളയാനും സാധിക്കുന്നില്ല. നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ശരീരം മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ മാനസികമായിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റക്കാണ്. ആ ഒരു കാര്യത്തിലുള്ള ഒരു ആഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്? ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവുന്നത് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഫ്രീഡം ആയിരിക്കാം. ഇറ്റ്സ് ഓൾ യു ഡിസേർവ് ഇറ്റ് ആൻഡ് യു ഗോണ അട്രാക്ട് ഇറ്റ് ഇൻ ടു യുവർ ലൈഫ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. മേ ബി ആ ഒരു സിറ്റുവേഷന്റെ ഒരു ഫൈനൽ സ്റ്റേജിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അതിന് മാറി നിന്നിട്ടുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ടൈമിൽ നിങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല, ബിക്കോസ് ഇത് നിങ്ങളുടെ കൺട്രോളിലല്ല, നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു അവസരം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു അവസരവും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ അത് കംപ്ലീറ്റ്ലി അത് വിട്ട് മാറി നിന്നിട്ടുണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആഗ്രഹം ഒക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ തന്നെ നിർത്തിയിട്ടായിരിക്കാം പോയിട്ടുണ്ടായിരിക്കാം. ശാരീരികപരമായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കണം, പക്ഷേ മാനസികപരമായിട്ട് ഇമോഷണലി നിങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. ഓൾറൈറ്റ്? നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ? കാരണം ഇത് ചില ആളുകൾക്ക് ഒരു വ്യക്തിയാണ്, ചില ആളുകൾക്ക് ഇതൊരു സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ ഒരു ഡിസയറാണ്, പഠിക്കാനുള്ള, കൂടുതൽ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ലൈഫിൽ മാറ്റം കൊണ്ടുവരുത്തുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ കൂടുതൽ ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പല വഴികളും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങൾ പല രീതിയിലും അത് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡിൽ മാറ്റം കൊണ്ടുവരുത്തുന്ന ചില കാര്യങ്ങളാണ്. ജോബ്, ഡ്രീം കമ്പനി, ഡ്രീം കൺട്രി, ഡ്രീം പ്ലേസ്, ഡ്രീം ലൈഫ് സ്റ്റൈൽ. ചില ആളുകൾക്ക് അതൊരു വീടായിരിക്കാം, ഓക്കെ, ഒരു ഷെൽട്ടർ. അതിനുള്ള പല കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ? ബട്ട് ഡിവൈൻ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അതിലൊരു ജെന്യൂനിറ്റി ഡിവൈനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ? സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കില്ല, ഇതിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടാണ് അത് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ആക്ഷൻസ് അവിടെ വേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾ മാറി നിൽക്കുന്നത് പോലെ, ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഈ ഒരു ആഗ്രഹം ഇനി സംഭവിക്കില്ലേ എന്നുള്ള പല തോന്നലുകളും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ജോബിന്റെ ഭാഗമല്ല, ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമല്ല. സോ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യത്തിനെ പറ്റി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോപ്പ് വെക്കുന്നത് നിങ്ങൾ നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു ഹോപ്പ് തരുന്നതല്ല. ഐ ക്യാൻ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം തോന്നിയിട്ടുള്ള ഡിസയർ അല്ല. ഇത് നിങ്ങളുടെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഡിസയർ ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒരു റീസൺസ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹം അല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങളുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷാണ്. ആൻഡ് അത് നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട്.
ഓൾറൈറ്റ്, ഒരു നിഷ്കളങ്കത്വം ആ ഒരു ഫീലിങ്സിന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഈ ഒരു ഡിസയർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തതായിട്ട് വിട്ട് കളഞ്ഞൊരു വിഷമവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ അത്ര ഒരു ആഗ്രഹം എവിടെയും അല്ലാതെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആരുടെ അടുത്ത് ഇത് പറയണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ മനസ്സിലൊരു മുറിവായിട്ട് അത് കിടക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ അത് വിട്ട് കളഞ്ഞൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് ചില ഡിവൈൻ പ്ലാൻ, ചില കാര്യങ്ങള്, ചിലത് ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. വാട്ട് യു desires you guys, it's a message for you. And again it's a confirmation. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പെയിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നതും അത് വിട്ട് കളഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പല സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അത് വിട്ട് കളഞ്ഞു, നിങ്ങൾക്കത് ഇല്ല എന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇന്റൻസ് എന്താന്നുള്ളത് ഈ ഒരു ലെവലിൽ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? സോ നമ്മൾ വെറുതെ ഒരു കാര്യം, നമ്മൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഈസി ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. സോ നിങ്ങൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പെയിൻ നിങ്ങൾ ഡീപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം, ആ ഒരു വ്യക്തി, ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാവുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെയിൻ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന്റെ വാല്യൂ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെ? അത് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുമായിട്ടുള്ള ഒരു സംസാരമോ ആ വ്യക്തിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും ഒരേ രീതിയിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ട് സിറ്റുവേഷനിൽ, രണ്ട് സാഹചര്യത്തിൽ നിന്നിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അത് കണക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു സാക്രിഫൈസിന്റെ ഒരു പെയിൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം വിട്ട് കളഞ്ഞതിന്റെ അല്ലെങ്കിൽ വിട്ടുകൊടുത്തതിന്റെ, നഷ്ടപ്പെട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളെയും ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരിക്കണം ഈ ഒരു കാര്യം. നിങ്ങളുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലും ഈ ഒരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത രീതിയിലൊക്കെ ഒരുപാട് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. സോ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയർ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. Alright, let's take one more message. Which you desire you. നമ്മൾ വിതച്ചതേ നമ്മൾക്ക് കിട്ടുള്ളൂ എന്ന് പറയല്ലോ, നമ്മൾ വിതച്ചതേ നമ്മൾ കൊയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. സോ ഈ ഒരു ആഗ്രഹത്തില് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ജെന്യുവൻലി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. ഇത് ലൈക്ക് ഇന്റൻഷ്യലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ലൈക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നാച്ചുറലി നിങ്ങൾ മനസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. ചില ആഗ്രഹങ്ങൾ നമ്മളായിട്ട് സീഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അവിടെ തന്നെ മുളയ്ക്കും. ഓക്കെ, സോ തന്നെ വരും. ആ ഒരു തോട്ട്സും നമ്മൾ ഫീലിങ്സും ഒക്കെ അങ്ങനെ കണക്ട് ചെയ്യും, അല്ലെ? സോ നിങ്ങൾക്ക് ഇത്ര ഒരു ആഗ്രഹമുള്ള കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു നെല്ല് നടുന്ന സമയത്ത്, ഞാറ് നടുന്ന സമയത്ത് അതിനിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മുളച്ചു വരും. ആവശ്യമില്ലാത്ത ചില ചെടികളൊക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇടയ്ക്ക് നമ്മൾ അവിടെ ഒരു ഒരു ക്ലീനിങ് പ്രോസസ്സ് ഉണ്ടാവണം, അല്ലെ? സോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത ചെടികളൊക്കെ അതിന്റെ ഇടയിൽ നിന്ന് പറിച്ചു കളയണം. അതായത് ആവശ്യമില്ലാത്ത തോട്ട്സ്, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിനെ പറ്റിയിട്ട് ഉണ്ടാവുന്ന നിങ്ങളുടെ ഡൗട്ട്സ് ആയിരിക്കാം, പേടിയായിരിക്കാം, അത് നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളൊരു കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാനിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങളും പേടിയാണെന്നുണ്ടെങ്കിലും ആങ്സൈറ്റി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, അതിനുള്ളൊരു കൺഫർമേഷൻ ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മേജർ കൺഫർമേഷൻ ആണ്. സോ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഭാഗമല്ല. നിങ്ങൾ ഓൾറെഡി ചില കാര്യങ്ങൾ നട്ടിട്ടുണ്ട്.
വിതച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതിന് വളരാനുള്ളൊരു സമയം കൊടുക്കുക, അത് മനസ്സിലാക്കാനുള്ളൊരു സമയം കൊടുക്കുക. ഈ ഒരു സമയത്ത് ഈവൻ നിങ്ങൾക്കൊരു സാക്രിഫൈസ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും, നഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും, വിട്ടുകളഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും, അതിനൊരു സമയം ഉണ്ടാവും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഓൾറൈറ്റ്, സി, ലവ് ബിഗിൻസ്, awareness. Oh my God, spiritual union. So most of the people, ഇത് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്. സ്നേഹം സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് തോന്നുകയാണ് ചില സ്നേഹം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഹാർഡാണ്, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, you're gonna meet, you're gonna have that quality time, you're gonna have the most precious time in your relationship. ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവാണ് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, എന്താണ് ഇത്ര ഒരു ഡിസൈർ, എന്താണ് നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്തത്. ദർ ഇസ് എ റീസൺ ദാറ്റ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ, ദർ ഇസ് എ റീസൺ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് ടൈം. ഓൾറൈറ്റ്, സോ സ്നേഹമാണ്, സ്നേഹം കൊണ്ടുള്ള നിങ്ങളുടെ എന്താഗ്രഹമാണെന്നുണ്ടെങ്കിലും, ഓൾറൈറ്റ്, അത് എന്താണെന്നുണ്ടെങ്കിലും, അത് മെജോറിറ്റി ആളുകൾക്ക് അത് ഒരു സ്നേഹം സിറ്റുവേഷൻ ആണ്, ലവ് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്, കണക്ഷൻ ആണ്, മനസ്സിലാക്കലാണ്, പരസ്പരം മറ്റൊരു വ്യക്തിയെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു വ്യക്തി കൂടുതൽ മനസ്സിലാക്കുക. ബട്ട് നിങ്ങൾക്കുള്ള ആ ഒരു കൺഫർമേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വളരെ കൂടുതൽ നിങ്ങളെ പോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളൊരു അഫർമേഷനും അതാണ്. ഓക്കെ, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഇന്ന് പറയേണ്ട, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി നിങ്ങൾ പറയേണ്ട ഒരു അഫർമേഷനും അതാണ്. വാട്ട് യു ഡിസയർ ഡിസയർസ് യു. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്നെയും ആഗ്രഹിക്കുന്നുണ്ട്. വാട്ട് ഐ ഡിസയർ ഡിസയർസ് മീ. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്, ക്ലെയിം ഇറ്റ്. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും മെസ്സേജിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ക്ലെയിം ചെയ്യുക, വാട്ട് ഐ ഡിസയർ ഡിസയർസ് മീ. സ്ട്രോങ് ആയിട്ട്, ബോൾഡ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട്, റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പറയാം, വാട്ട് ഐ ഡിസയർ ഡിസയർസ് മീ. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബിക്കോസ് നിങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ഭാഗമല്ല, അത് ഡിവൈൻ പ്രോസസ് ആണ്. ഓക്കെ, സോ ട്രസ്റ്റ് ഇറ്റ്. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.